അതിന്റെ മുകളിലാണ് നമ്മൾ ഇറങ്ങി വന്നത് അല്ലേ? പ്രകൃതിയാൽ രൂപപ്പെട്ട ഗുഹയുടെ ഉള്ളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. പാർട്ട് 1 കാണാത്തവർ തീർച്ചയായിട്ടും പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണണം കേട്ടോ. കിളികളുടെ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അതാ നമ്മുടെ ആ നരിച്ചീറ. അത് മാത്രമേ ഉള്ളൂ. പണ്ട് പ്രാക്കളൊക്കെ ഇവിടെ വന്ന് കൂട് കൂട്ടുമായിരുന്നേ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യൻ ഇറങ്ങുന്നുണ്ടേ. ഈ അമ്പലപ്രാവില്ലേ, കണ്ടിട്ടില്ലേ അതിനെ? മറ്റേ ആ അമ്പലപ്രാവ് ഇതിനകത്ത് വന്ന് കൂട് കൂട്ടുമായിരുന്നു. അപ്പോൾ 100 കണക്കിന് പ്രാക്കൾ ഇതിനകത്ത് നിന്ന് അന്നേരം പറന്നു പോകും രാവിലെ. അത് ശരി. വൈകുന്നേരം ആകുമ്പോൾ വന്ന് കൂട് കൂടും. ഇത് നമ്മൾ ഇറങ്ങി വന്ന ഭാഗം. ഇവിടെ നമ്മൾ പ്രകാശം ഇങ്ങോട്ട് കടന്നു, പ്രകാശം വരുന്നുണ്ടോ? അവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയി ഇനി നമ്മൾ നേരെ നമ്മൾ വേറെ സൈഡിലേക്ക് പോവാണ്, അടുത്ത ഗുഹയിലേക്ക് പോവാ. അതെ. പാമ്പ് ശല്യമൊന്നുമില്ല. പാമ്പിനെ നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നു, പാമ്പൊക്കെ ഉണ്ടായിരുന്നു. പാമ്പ് കടുവയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നിരിക്കാം ഇത്. ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പൊ ആ കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ പന്നിയിൽ മാത്രമേ ഉള്ളൂ. വേറൊരു ജീവി ഇതിനകത്തില്ല. അപ്പൊ ഇവിടെയാണ് നമ്മള് കയറി പോവാ. അടുത്ത ഗുഹയിലേക്ക് ഒരു ഗുഹയല്ല, 2 ഗുഹയുണ്ട്. നമുക്ക് പോയി കേറിയിട്ട് മേളിലോട്ട് കേറിയിട്ട് അടുത്ത ഗുഹയിലേക്ക് ഇറങ്ങാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ കേറി ചെല്ലാനുള്ള ഒരു സ്ഥലം അല്ലേ? ഈ ഒരു ഗുഹയിൽ നിന്ന് നമ്മൾ അടിപൊളി കാറ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കയറണേ, തലമുട്ടരുതേ. അപ്പൊ ചേട്ടൻ അങ്ങനെ കയറിപ്പോയി. നമ്മളങ്ങനെ അടുത്തൊരു ഗുഹയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെളിച്ചം കാണാൻ വേണ്ടി പറ്റും. നമ്മൾ മുകളിൽ എത്താൻ വേണ്ടി പോവാണ്. സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ നമ്മുടെ തലയൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗുഹയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗുഹയിൽ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതെ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് അല്ലേ? ഇനി ഇതാ അടുത്തൊരു ഗുഹയിലേക്കാണോ ഇനി യാത്ര ഉള്ളത്? അടുത്ത ഗുഹയിലേക്ക് പോവാ. ഇതെന്ന് പറയുമ്പോൾ ഇതിന് ഒരു 100-150 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇതിനകത്ത് നിന്ന് വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അങ്ങ് അറ്റത്ത് എത്തുമ്പോൾ ഒരു കുളമുണ്ട്. അവിടെ പ്രകൃതിദത്തമായ ഒരു വെള്ളത്തിന്റെ സ്രോതസ്സുണ്ട്. അപ്പൊ മനുഷ്യൻ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നപ്പം കന്നുകാലി വളർത്തായിരുന്നു അന്നത്തെ പ്രധാന തൊഴില്, കൃഷി. അപ്പൊ ഈ തെങ്ങും കാങ്ങും അതുപോലെയുള്ള നെല്ലിനുമൊക്കെ ചാണകമാണ് പ്രധാനമായിട്ട്. ഇന്നത്തെ പോലെ രാസവളമല്ല ഇടുന്നത്, ചാണകം ആണ് ഇടുന്നത്. അപ്പം കന്നുകാലിയെ വളർത്തലാണ് പ്രധാന തൊഴിൽ. അപ്പോൾ ഈ കന്നുകാലി, ഈ പ്രദേശത്തുള്ള കന്നുകാലികളെ മുഴുവൻ തീറ്റാൻ വേണ്ടിയിട്ടുമുണ്ട് ഈ പാറയ്ക്ക്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് വെള്ളം എടുത്തിട്ട് ഉച്ചയാകുന്ന സമയത്ത് കന്നുകാലികൾക്ക് ഇവിടുന്ന് കോരി കൊടുക്കും. കന്നുകാലിയെല്ലാം ഇങ്ങനെ കൂട്ടം കൂടി വരും. നമ്മുടെ തലമുറയുടെ മുമ്പത്തെ തലമുറ. നമുക്ക് അതിനകത്ത് പോയിട്ട് കണ്ടിട്ട് വരാം. അതെ. അപ്പൊ നമ്മളിതാ പാപ്പചേട്ടൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. പണ്ട് ഈ ഒരു ഭാഗത്തായിരുന്നു കന്നുകാലികൾക്കുള്ള വെള്ളമൊക്കെ മുക്കിക്കൊണ്ട് കൂടുതൽ ആളുകളെ നമ്മൾ അതിൽ ഇറക്കുന്നില്ല. അവിടെയെല്ലാം ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായി. പഴയ കാലത്തെന്ന് പറയുമ്പോൾ ഇവിടെ ആ കാണുന്ന മണ്ണില്ലേ, ആ മണ്ണ് കുറച്ചുകൂടി ഇങ്ങോട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ ആ കാണുന്ന സ്റ്റെപ്പ് കൊത്തിയിടുവായിരുന്നേ. സ്റ്റെപ്പ് കൊത്തിയിട്ട് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് ഇങ്ങോട്ട് ചുമന്നിട്ട് കയറി വരാൻ പറ്റും. ഇവിടെ ആളുകളെ ഇറക്കുന്നില്ല, നമുക്ക് ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇപ്പൊ നമ്മള് ചേട്ടൻ കാണിച്ചു തരാൻ വേണ്ടി പോണത് കേട്ടോ. എന്തായാലും ഇവിടെ ഇറങ്ങുന്നവരുണ്ടെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കുഴിയിലേക്കാണ് പോവുക. അപ്പൊ നമ്മൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. പണ്ടെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ സ്റ്റെപ്പ് കൊത്തിയിടുവായിരുന്നേ. അപ്പൊ നമ്മളിവിടെ ആളെ ഇറക്കുന്നില്ലാത്തോണ്ടാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് കൊത്തിയിടാത്തത്. അതെ. അപ്പൊ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ. അത്യാവശ്യം താഴ്ചയുള്ള ഒരു താഴ്ചയിലുള്ള ഒരു ഗുഹയാണ്. അതെ. അപ്പൊ വെള്ളം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ മേളിൽ നിന്ന് വരുന്ന വെള്ളമില്ലേ, ആ വെള്ളം നമ്മളിപ്പം വന്ന കണ്ട ഗുഹയില്ലേ, ആ ഗുഹ ഈ ഗുഹയായിട്ട് തമ്മിൽ ബന്ധമുണ്ട്. അങ്ങോട്ട് ബന്ധമുണ്ട്. അത് പോകാനാവും. പക്ഷെ നമുക്കിപ്പോൾ അതൊക്കെ റിസ്ക് പിടിച്ച പണിയായതുകൊണ്ട് ഇവിടെ വീടരുത് കേട്ടോ. കന്നാലിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സുണ്ട്, വലിയൊരു കുളം. ആ കുളത്തിൻ്റെ അകത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം വിസ്തൃതമായ സ്ഥലമല്ല, ഗുഹയല്ലാതെ. അത് ഒരാൾക്ക് മാത്രം അങ്ങോട്ട് കടന്നു പോയിട്ട് അവിടുന്ന് വെള്ളം മുക്കിക്കൊണ്ട് വന്നിട്ട് തല വെച്ചിട്ട് പോരാൻ മാത്രമുള്ള ഇടയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് ബ്ലോക്ക് ആക്കിയിരിക്കുന്നത്. അത് തന്നെ അല്ലാതെ ഈ ജനുവരി മാസത്തിൽ വലിയൊരു മഴ പെയ്ത ഇവിടെ. ആ മഴ പെയ്തപ്പം ഈ കാണാൻ വന്നവരെല്ലാം പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടത്, ചപ്പും ചടാലും എല്ലാം ഇട്ടത് അവിടെ വന്ന് അടഞ്ഞിരിക്കുന്നുണ്ട്. ആ വെള്ളത്തിന്റെ സ്രോതസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, എത്താൻ പറ്റില്ല. ഇത് പ്രകൃതി ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ, മനുഷ്യനുണ്ടാക്കിയതല്ല. ഇത് കണ്ടില്ലേ, ഇത് മണ്ണാ ഇത്.
ഇത് വെറും മണ്ണാ, ഇത് കണ്ടോ? അതെ, എവിടെ? ഇതല്ല, ഇത് വെറും മണ്ണാ ഇത്. ആ അത് ശരി. പൊട്ടിച്ചങ്ങനെ പോരാ, പൊട്ടിക്കാനൊന്നും ഇല്ല, അത് വെറുതെ ഇങ്ങനെ തട്ടിയാ പോരെ. ഇത് മണ്ണാ, ഇത് കണ്ടോ? അപ്പൊ ഇത് കല്ല്. അപ്പൊ മുകളിലുള്ള ഉറപ്പുണ്ടല്ലേ? മേളിലുള്ള ഉറപ്പുള്ള കല്ല്. ഇതൊക്കെ വേറെ ആയിരിക്കൂലേ? മേളത്തെ ചെടിയുടെ വേറെ അത് എന്ത് തെങ്ങിന്റെയോ റബ്ബറിന്റെയോ പ്ലാവിന്റെയോ അങ്ങനെയൊക്കെ വേറെ വൃക്ഷങ്ങളുടെ വേരിങ്ങനെ ഇറങ്ങി വന്ന നമ്മുടെ മുകളിലും തമ്മിൽ എത്ര ഹൈറ്റ് ഉണ്ടാവും? 25 മീറ്റർ താഴ്ചല്ല നമ്മളുള്ളതോ? അത്ര ഇത് താഴ്ചല്ല നിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മനുഷ്യന് ഇങ്ങോട്ട് വരാൻ പേടി. ഇതാ വൃക്ഷങ്ങളുടെ വേരെ ഇതുണ്ടോ, നല്ല മനോഹരമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി അവസാനം വന്നപ്പോ ഇത് കണ്ടില്ലേ? അവനിനി താഴോട്ട് വരും, താഴോട്ട് വരുന്നുണ്ടോ? ഇത് താഴെ വന്ന് വെള്ളത്തിനകത്ത് എത്തുവരും. ഇത് വെള്ളത്തിലെത്തും. അത് നമ്മളിങ്ങനെ പോകുന്നവരുടെ കൈ മുട്ടിയിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന. ഇത് പണ്ട് ഇങ്ങനെയല്ല കിടന്ന. ഇതിലെ സുഖമായിട്ട് വരായിരുന്നു. വന്നിട്ട് അത് ആ കാണുന്നിടത്ത് വേസ്റ്റ് എല്ലാം വന്നിട്ട് അവിടെ വാതിൽ ബ്ലോക്കായി പോയി. അയ്യോ, അങ്ങനെയാണല്ലേ? അതെ, നമ്മളെ പോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ മാറ്റിയാലേ അത് കാണാൻ പറ്റും. ഞാനകത്ത് ഇറങ്ങിയിട്ടുണ്ട്, ആ വെള്ളത്തിന്റെ കുളത്തിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് അന്നേരം ഇറങ്ങാനൊക്കെ സംവിധാനം ഉണ്ടായിരുന്നു. ഈ കല്ലെല്ലാം അവിടെ നിന്ന് ഉരുണ്ട് വന്നിട്ട് കിടക്കുന്നതാ. ഈ കല്ലുകളും വെള്ളത്തിന് ഒഴുകി വന്നിട്ട് കിടക്കുന്നതാ. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ കാണാൻ വന്നിട്ടുള്ളവര് വെള്ളം കുടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇടുമല്ലോ. അപ്പൊ മഴ പെയ്യുമ്പോ എല്ലാ ബോട്ടിൽസും വന്നിട്ട് പ്ലാസ്റ്റിക് അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നല്ല എവിടെ പോകുമ്പോൾ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഭാഗത്തും സർക്കാരൊക്കെ നിയോഗിച്ചിട്ടുള്ളതും അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വെച്ചിട്ടുള്ള ഓരോ വേസ്റ്റ് ബിന്നിലും നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലം ആകുമ്പോഴത്തേനെ ഈ കുളം നിറഞ്ഞ് ഇങ്ങനെ വെള്ളം നിൽക്കും. നമ്മുടെ ഈ തല മുട്ടുന്നിടത്തല്ലേ ഇത് കാണുന്നില്ലേ? ഇവിടെ എല്ലാം കംപ്ലീറ്റ് വെള്ളമായിരിക്കും. മഴക്കാലം ആകുമ്പോൾ വെള്ളം വരാൻ പറ്റില്ല, ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല. അതുപോലെ വെള്ളം തിങ്ങി നിറഞ്ഞ് നിൽക്കും. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടം വരെയും വെള്ളമായിരിക്കും, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. വെള്ളത്തിന്റെ ഒരു അപ്പൊ നമ്മൾ ഇവിടുന്ന് നീങ്ങിയിട്ട് അടുത്തൊരു ഗുഹയിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ഇരുട്ടത്താണ് നമ്മളുള്ളത്. നല്ല വെളിച്ചുണ്ടെങ്കിൽ മാത്രമാണ് കാണാൻ. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ചെറിയൊരു വെളിച്ചം നമ്മൾ വന്നിട്ടുള്ളതിന്റെ കണ്ട അടിപൊളി ഒരു വെളിച്ചം കാണാൻ വേണ്ടി പറ്റും. വരാൻ പറ്റില്ല കണ്ടോ? ഇത്രയും വെളിച്ചാണ് നമുക്ക് പുറത്തുനിന്ന് കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു എന്താ പറയാ അല്ലെ, വെളിച്ചത്തിന്റെ ഇപ്പൊ മേളിൽ നിന്ന് ഇപ്പൊ അടുത്ത ഗുഹയിലോട്ട് നമ്മൾ പോണില്ലേ, ആ ഗുഹ വഴി ഇതിലെ വെള്ളം വരും ഇങ്ങോട്ട്. ഇതിലെ വെള്ളം വന്നിട്ട് ഈ ഗുഹ നിറഞ്ഞിട്ട് വീടല്ലേ, ഇതുവഴി അങ്ങ് മറ്റേ ഗുഹയിലോട്ട് പോകും. നമ്മളിപ്പം കടന്നു വന്ന ഗുഹയില്ലേ, അങ്ങ് വലിയൊരു കുളം കണ്ടില്ലേ, ആ കുളത്തിലേക്ക് വെള്ളം ഇതിലെ ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി നൂറ്റാണ്ടുകൾ ഒഴുകി പോയി കഴിഞ്ഞിട്ട് ഉണ്ടായി വന്ന ഗുഹയാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നല്ല, കുപ്പി ഒറ്റ ദിവസം കൊണ്ടോ 100 വർഷം കൊണ്ടൊന്നും ഉണ്ടായതായിരിക്കില്ല. ഒരു ഗുഹ കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് 3 ഗുഹയാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഫസ്റ്റ് നമ്മളൊന്ന് കണ്ടു, രണ്ടാമത് കണ്ടു, അടുത്തൊരു ഗുഹ കൂടി ഉണ്ട് അല്ലേ? അപ്പൊ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് തന്നെ ഒരു 16,000 വർഷത്തെ ചരിത്രം പറയുന്നുണ്ട്. അപ്പം BC 3500 സുമേറിയൻ സംസ്കാരം. ചരിത്രം പഠിച്ചെങ്കിലേ അറിയുള്ളൂ. നമ്മളെ പിരമിഡുകളൊക്കെ ഇല്ലേ, ഈജിപ്തിലെ പിരമിഡുകളെ പറ്റി കേട്ടില്ല? BC 2700 പിരമിഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഭയങ്കര കൂറ്റൻ കല്ലുകളുണ്ട്. അതൊക്കെ ഇപ്പോഴും ഭൂമി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലം മുതലേ ഈ വെള്ളം ഒഴുകി നൂറ്റാണ്ടുകൾ ഒഴുകി ഉണ്ടായതാ ഇതൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, പപ്പേട്ടന് എന്തായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും? ഇത്ര അറിവുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതെല്ലാം പണ്ടാ പഠിച്ചതല്ലേ. ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി കേക്കണ്ട, നമ്മുടെ മന്ത്രി പറഞ്ഞ +2 പഠിക്കുന്ന പിള്ളേർക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയത്തില്ല എന്ന്. നമ്മളൊക്കെ പഠിച്ചപ്പോ അങ്ങനെയല്ല, ആശാങ്കളരിയിൽ ഇരുന്ന് പഠിച്ചതാ. മൂന്നാമത്തെ ഒരു ഗുഹയിലേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരൊപ്പം നമ്മൾ അടുത്തൊരു ഗുഹയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതൊരു ഗുഹ കൂടി ഉണ്ട്. ഇതാണ് ഏറ്റവും സൂപ്പർ ഗുഹ എന്നാണ് നമ്മുടെ പപ്പേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട് 3 ആയിട്ട് ഉടനെ നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും അടുത്തൊരു പാട്ടും കൂടി കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.